السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകളിലായി വളരെ പ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം മഹ്ദിയുടെ വരവും ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനവും. മഹ്ദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് ഈസാ അലൈഹിസ്സലാമിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല പോസ്റ്റുകളും അതേപോലെ തന്നെ ചില ലേഖനങ്ങളുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാമിൻ്റെ വീണ്ടും ഈ ലോകത്തേക്കുള്ള, ഈ ഭൂമിയിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചിരുന്നു. ഈസാ അലൈഹിസ്സലാമിനെ വധിക്കുന്നതിന് വേണ്ടി ജൂതന്മാർ പദ്ധതിയിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനെ അവരുടെ ഗൂഢമായ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവൻ്റെ അടുക്കലേക്ക് അവൻ ഉയർത്തിക്കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. ഇനി അന്ത്യനാളിൻ്റെ അടയാളമായി മഹാനായ ഈസാ അലൈഹിസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നതാണ്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വിശ്വാസം. ഇത് അംഗീകരിക്കാത്ത കക്ഷികളുണ്ട്, ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികളുണ്ട്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് ഈസാ അലൈഹിസ്സലാം ജീവനോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്നതാണ്. അതിന് അവർക്കുള്ള ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമതായി സ്വഹീഹായി വന്ന ഹദീസുകളാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം മുതവാത്തിറായ ഹദീസുകളാണ്. 70ഓളം ഹദീസുകൾ മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. അതിൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളുണ്ട്. ഇമാം ബുഖാരി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതുണ്ട്. മുസ്ലിം മാത്രം രേഖപ്പെടുത്തിയ ഹദീസുകളുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയതിന് പുറമെ മറ്റുള്ള സുനനുകളിലും അതേപോലെ ഹദീസിൻ്റെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ മറ്റു ധാരാളം ഹദീസുകളും നമുക്ക് കാണാം. മാത്രമല്ല ഈസാ അലൈഹിസ്സലാം വീണ്ടും ഈ ലോകത്തേക്ക് വരും എന്നത് സഹാബത്തിൻ്റെ വിശ്വാസമാണ്, സഹാബാക്കളുടെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ സൂചനകൾ, ചിലയിടത്ത് സൂചനകൾ നൽകുന്നുണ്ട്. വേറെ ചില സന്ദർഭങ്ങളിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യം പരാമർശിച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെ ആമുഖമായി ഓതി കേൾപ്പിച്ച വചനത്തിൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ വരവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 159-ാമത്തെ വചനമാണത്. എന്താണ് അല്ലാഹു അവിടെ പറയുന്നത്? വ ഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. വ ഇൻ മിൻ അഹ്ലിൽ കിതാബ്, ജൂത നസാറാക്കളിൽ ആരും തന്നെ ഇല്ല, ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, ഈസാ അലൈഹിസ്സലാം മരിക്കുന്നതിന് മുമ്പേ, സാധാരണ മറ്റുള്ള മനുഷ്യരൊക്കെ മരിക്കുന്നത് പോലെ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവരായി, അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ, ഖിയാമത്ത് നാളിൽ അവർക്കെതിരെ, ജൂതനസാറാക്കൾക്കെതിരെ തന്നെ ആരാധിക്കുകയും തൻ്റെ ഉമ്മയെ ആരാധ്യയായി, അതല്ലെങ്കിൽ തൻ്റെ ഉമ്മയെയും തന്നെയും ആരാധിച്ചു കളഞ്ഞ ജൂതന്മാർ, അതല്ലെങ്കിൽ നസാറാക്കൾ, അവർക്കെതിരെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുൻ നിസായിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് മഹാനായ ഈസാ അലൈഹിസ്സലാമിൻ്റെ വീണ്ടും ഈ ലോകത്തേക്കുള്ള നുസൂലിനെ സംബന്ധിച്ചാണ്. ഈ ലോകത്തേക്ക് മഹാനവറുകൾ വരും. ആ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന് രണ്ടഭിപ്രായമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കേണ്ട വിശ്വാസകാര്യങ്ങളിൽപ്പെട്ടതാണ് ഈസാ അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് വീണ്ടും വരും എന്ന കാര്യം. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. സ്വഹീഹായ ഒരുപാട് ഹദീസുകളെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിഴച്ചുപോയ കക്ഷികളുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി സഹോദരങ്ങളെ, മഹാനായ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പുനരാഗമനമുണ്ടാകുമ്പോൾ ഈസാ അലൈഹിസ്സലാമിനെ മനസ്സിലാക്കണമല്ലോ, അദ്ദേഹം ആരാണെന്നറിയണമല്ലോ, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലൈസ ബൈനി വ ബൈനഹു നബിയുൻ യഅനി ഈസാ അലൈഹിസ്സലാം, എനിക്കും ഈസാ അലൈഹിസ്സലാമിനും ഇടയിൽ ഈ ഉമ്മത്തിലേക്ക് ഇനി ഒരു പ്രവാചകൻ വരാനില്ല. വ ഇന്നഹു നാസിലുൻ,
ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി എങ്ങനെയാണ്. റജുലുൻ മർബൂഉൻ ഇലൽ ഹുംറതി വൽ ബയാദി ബൈന മുമറസതൈനി കഅന്ന റഅസഹു യഖ്തുറു വഇല്ലം യുസിബ്ഹു ബലലുൻ ഫയുഖാതിലുൻ നാസ അലൽ ഇസ്ലാമി ഫയദുഖുസ് സ്വലീബ വയഖ്തുലുൽ ഖിൻസീറ വയളഉൽ ജിസിയ വയുഹ്ലികുല്ലാഹു ഫീ സമാനിഹി അൽ മിലല കുല്ലഹാ ഇല്ലൽ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈസാ അലൈഹിസ്സലാം ഇറങ്ങുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കണം. റജുലുൻ മർബൂഉൻ, ഒത്ത ശരീരമുള്ള ആളാകുന്നു അദ്ദേഹം. ഒത്ത ശരീരമുണ്ട്. ഇലൽ ഹുംറതി വൽ ബയാലി, ശരീരത്തിന്റെ നിറം വെളുപ്പും ചുവപ്പും കലർന്ന ഗോതമ്പിന്റെ നിറമാണ്. ബൈന മുമറസതൈൻ, രണ്ട് കുങ്കുമ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത്. കഅന്ന റഅസുഹു യഖ്തുറു വഇല്ലം യുസിബ്ഹു ബലലുൻ, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളമുറ്റി വീഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഫയുഖാതിലുൻ നാസ അലൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി ജനങ്ങളോട് അദ്ദേഹം യുദ്ധം ചെയ്യും. അങ്ങനെ ഫയദുഖുസ് സ്വലീബ, കുരിശ് ഉടക്കും. വയഖ്തുലുൽ ഖിൻസീറ, പന്നിയെ കൊല്ലും. വയളഉൽ ജിസിയ, കപ്പം ഇല്ലാതാക്കും. മാത്രമല്ല വയുഹ്ലികുല്ലാഹു ഫീ സമാനിഹി അൽ മിലല കുല്ലഹാ ഇല്ലൽ ഇസ്ലാം, ഇസ്ലാമല്ലാത്ത മുഴുവൻ മതങ്ങളെയും അദ്ദേഹം ഇറങ്ങി വരുന്ന കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അവർക്ക് പരാജയം നൽകുകയും ഇസ്ലാമിന് വിജയം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന കാലഘട്ടം. അങ്ങനെ ആയിരിക്കും. നോക്കൂ നിങ്ങൾ, മഹാനായ ഈസാ അലൈഹിസ്സലാം വരുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ ഈസാ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ഈ സമുദായം ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ബൈനാ അന നായിമുൻ റഅയ്തുനി യതൂഫു ബിൽ കഅബ, ഞാനൊരിക്കൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ കഅബ തവാഫ് ചെയ്യുന്നതായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ റജുലുൻ ആദമു സബുത്തുശ് ശഅരി, അല്പം നീണ്ട മുടിയുള്ള ഗോതമ്പിന്റെ നിറമുള്ള ഒരാൾ, ആ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നു. ബൈന റജുലൈനി, രണ്ടാളുകൾക്കിടയിൽ. ആ മനുഷ്യന്റെ തലയിൽ നിന്ന് വെള്ളമുറ്റി വീഴുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ കഅബയുടെ സമീപത്ത് വെച്ച് ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻഹാദാ, ഈ മനുഷ്യനാരാണ്? ഖാലു, അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, ഇബ്നു മറിയം, അത് ഈസ ഇബ്നു മറിയമാണ്. അങ്ങനെ ഫദഹബതു, ഞാൻ അവിടേക്ക് ചെന്നു നോക്കി. ഇൽതഫതു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴതാ ഫഇദാ റജുലുൻ അഹ്മറു, വേറെ ഒരു ചുവപ്പ് നിറമുള്ള മനുഷ്യനെ ഞാൻ കാണുന്നു. ജസീമുൻ, നല്ല ആകാര, അതല്ലെങ്കിൽ ശാരീരികമായി നല്ല പവറുള്ള, നല്ല അല്പം ശരീര വലുപ്പമുള്ള മനുഷ്യനാണ്. ജഅദുർ റഅസി, അദ്ദേഹത്തിന്റെ തലമുടി മുഴുവനും ജടകുത്തിയ നിലക്കാണ്, ചുരുണ്ട മുടിയുള്ളയാളാണ്. അഅവറുൽ ഐനിൽ യുംന, വലത് കണ്ണ് കോങ്കണ്ണാണ്, വലത് കണ്ണിന് അംഗവൈകല്യമുണ്ട്. കഅന്ന ഐനഹു ഐനബത്തുൻ താഫിയ, അദ്ദേഹത്തിന്റെ വലത് കണ്ണ് മുന്തിരിക്കുലയിൽ നിന്നൊരു മുന്തിരി പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് പോലെയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻഹാദാ, ഈ മനുഷ്യൻ ആരാണ്? ഖാലു, അവർ പറഞ്ഞു, ഹാദ ദജ്ജാൽ, അതാകുന്നു ദജ്ജാൽ. സ്വഹീഹായ ഹദീസിലുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദജ്ജാൽ ആരെ പോലെയുണ്ടെന്നോ? അഖറബുന്നാസി ബിഹി ശബഹൻ ഇബ്നു ഖതനിൻ, ഇബ്നു ഖതനെ പോലെയുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് ഇബ്നു ഖതനിനോടാണ്. ആരാണ് ഇബ്നു ഖതൻ? വബ്നു ഖതനിൻ റജുലുൻ മിൻ ബനിൽ മുസ്തലിഖ് മിൻ ഖുസാഅ, ഖുസാഅ ഗോത്രത്തിലെ
ഒരു മനുഷ്യനാണ് ഇബ്നു ഖത്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതിയോടാണ് ദജ്ജാലിൻ്റെ ശാരീരിക പ്രകൃതി ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ഈസാ അലൈഹിസ്സലാം ഇവിടെ വരുന്ന സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിന് കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം, ആശയക്കുഴപ്പമില്ലാതിരിക്കാൻ അവിടുത്തെ ശാരീരിക പ്രകൃതിയും അവിടുത്തെ മുടിയുടെ, അതേപോലെ തന്നെ അവിടുത്തെ ശരീരത്തിൻ്റെ നിറം, അവിടുന്ന് ധരിച്ച വസ്ത്രം, ഓരോരോ അടയാളങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ഈസാ അലൈഹിസ്സലാം ഇവിടേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ, അടയാളങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഓരോന്ന് എണ്ണമിട്ട് പറയുകയാണ്. ഒന്നാമത്തെ അടയാളം ഏതാണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ നസല ഇബ്നു മറിയം, ഇബ്നു മറിയം നിങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇറങ്ങിയാൽ എവിടുന്നാ ഇറങ്ങുന്നത്? മിനസ്സമാഇ ഫീക്കും, നിങ്ങളിലേക്ക് ആകാശത്ത് നിന്ന് ഇബ്നു മറിയം ഇറങ്ങുന്ന ഘട്ടം. മഹാനായ ഈസാ ഇബ്നു മറിയം ആകാശലോകത്ത് നിന്നാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അതല്ലാതെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനായിട്ടല്ല ഈസാ ഇബ്നു മറിയം വരുന്നത്, വാനലോകത്ത് നിന്നാണ് ഇറങ്ങുന്നത്. മഹാനായ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അൽ അസ്മാ വസിഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആകാശത്ത് നിന്നാണ് ഈസാ ഇബ്നു മറിയം വരുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോടെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സർവ്വ കക്ഷികളുടെയും ദുർവ്യാഖ്യാനം പൊളിഞ്ഞുപോയി. ചില കക്ഷികൾ പറഞ്ഞത് എന്താണ്? അവസാന കാലത്ത് ഈസാ ഇബ്നു മറിയം വരും എന്ന് പറയുന്നത് യഥാർത്ഥ ഈസാ ഇബ്നു മറിയമല്ല, ഒരു സദൃശ്യ മസീഹായിരിക്കും, അതല്ലെങ്കിൽ ഒരു ബദൽ മസീഹായിരിക്കും. ഈസാ അലൈഹിസ്സലാമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേർന്ന മറ്റൊരാൾ ഈ ഭൂമിയിൽ നിന്ന് ജനിക്കുകയായിരിക്കും, അതല്ലാതെ യഥാർത്ഥ നിലക്ക് ഈസാ ഇബ്നു മറിയം ഇവിടേക്ക് വരുന്നതല്ല. ആരാണത് പറഞ്ഞത്? പിഴച്ചുപോയി, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തന്നെ പിഴച്ചുപോയ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഖാദിയാനികൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഖാദിയാനികൾ പറയുന്നു എന്ത്? ഞങ്ങളുടെ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അയാൾ തന്നെയാണ് ഈസാ ഇബ്നു മറിയം. കാരണം യഥാർത്ഥ ഈസാ ഇബ്നു മറിയം ഇനി വരില്ല, അയാളുടെ സദൃശ്യനായ മറ്റൊരു മസീഹേ ഇവിടെ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരെ വഴിപിഴപ്പിക്കുകയും ധാരാളം ആളുകൾ ഇവരുടെ വസ്വാസുകളിൽ അകപ്പെട്ട് ഈസാ ഇബ്നു മറിയമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനാകാതെ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട എത്രയോ സഹോദരന്മാർ നമ്മളോട് നേരിട്ടും അല്ലാതെയുമൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ വാദഗതി തന്നെ ഇവിടെ പൊളിയുകയാണ്. ഈസാ ഇബ്നു മറിയം എവിടുന്നാ വരുന്നത്? മിനസ്സമായി, ആകാശത്ത് നിന്നാണ് ഈസാ ഇബ്നു മറിയം വരുന്നത്. ഇനിയോ എവിടെയാ വരുന്നത്? മക്കത്താണോ ഇറങ്ങുന്നത്? അതല്ല മദീനത്താണോ? അതല്ല വേറെ ഏതെങ്കിലും നാട്ടിലാണോ? ഒന്നും ആശയക്കുഴപ്പത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയമ ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇത് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ ഇബ്നു മറിയമിനെ നിയോഗിക്കുന്ന ഘട്ടം, ഫയൻസിലു, അദ്ദേഹം ഇറങ്ങും, ഇൻദൽ മനാറത്തിൽ ബൈളാഇ, ഒരു വെളുത്ത മിനാരത്തിന്റെ അടുക്കൽ, ശർഖിയ ദിമഷ്ക, ദിമഷ്കിന്റെ, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള മിനാരത്തിന്റെ അരികിൽ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. അള്ളാഹു അങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് അയക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. പണ്ഡിതന്മാരിത് ചർച്ച ചെയ്തു. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കാണാം, ജീസസ് മിനാർ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മിനാരങ്ങളുടെ ഫോട്ടോകൾ കാണാൻ കഴിയും, ചില പള്ളികളുടെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മിനാരം എവിടെ, ഈ മിനാരം ഏതാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല
അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം, പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അന്നഹൽ മനാറത്തു ശർഖിയ്യ ലിൽ മസ്ജിദുൽ അമവി, അത് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ജാമിഉൽ അമവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നും അവിടെ നിലകൊള്ളുന്ന ആ അമവി പള്ളിയാണ് എന്ന്, ആ ജാമിഉൽ അമവിയാണ് എന്ന് മഹാനായ ഇബ്നു കസീർ ഒരഭിപ്രായം അദ്ദേഹത്തിന്റെ ബിദായ വന്നിഹായിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് പണ്ഡിതന്മാർ പറയുന്ന കാരണങ്ങൾ, ഇന്ന് ഡമസ്കസിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചാൽ, അതല്ല ഷാമിൽ തന്നെ മുഴുവൻ ഭാഗങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ പള്ളിയേക്കാൾ ഉയരം കൂടിയ ഒരു മിനാരമുള്ള വേറെ ഒരു പള്ളിയില്ല. ആ മിനാരത്തേക്കാൾ ഭംഗിയുള്ള വേറെ ഒരു മിനാരം കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഷാമിൽ തന്നെ വേറെ എവിടെയും അതുപോലെ ഉയർന്നു നിൽക്കുന്ന വെള്ള നിറമുള്ള മറ്റൊരു മിനാരമില്ല. അതുകൊണ്ട് സാധ്യത അതാണെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുന്നു, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം ഇറങ്ങുക തന്നെ ചെയ്യും, അലാ ഹാദിഹിൽ മനാറ, ആ പള്ളിയുടെ മിനാരത്തിലേക്ക് ചൂണ്ടിയിട്ട്, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള മസ്ജിദുൽ അമവി അതല്ലെങ്കിൽ ജാമിഉൽ അമവി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയിലേക്ക് ചൂണ്ടിയിട്ട് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഈ മിനാരത്തിന്റെ അടുക്കലാണ് ഈസ ഇബ്നു മറിയം ഇറങ്ങുക തന്നെ ചെയ്യുന്നത് എന്ന് മഹാനവറുകളും സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചരിത്രത്തിൽ കാണാം, വകാനത്ത് ഹീനഹിദിൻ ഗൈറ ബൈളാ, മഹാനായ ശൈഖുൽ ഇസ്ലാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ പള്ളിയുടെ മിനാരം വെള്ള നിറമല്ല, ആ പള്ളിയുടെ മിനാരം വെള്ളയായിരുന്നില്ല. പിന്നീട് ചരിത്രത്തിൽ കാണാം, ഫഖ്തറഖത്, അവിടെ തീപിടുത്തമുണ്ടാകുകയും ബഅദ മൗതി ഷെയ്ഖിന്റെ വഫാത്തിന് ശേഷം അവിടെ തീപിടുത്തമുണ്ടാകുകയും വഉഈദത്, അത് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും വബയ്യലത്, അതിന് വെള്ള നിറം നൽകപ്പെടുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത് പണ്ഡിതന്മാരുന്നയിച്ച ഒരഭിപ്രായമാണ്, നമ്മൾ ഉറപ്പിച്ചു പറയുകയല്ല. ആ അമവി പള്ളിയുടെ മിനാരത്തിന്റെ അടുക്കലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ ചർച്ചയാണ് ഞാൻ പറയുന്നത്. അവരുടെ മറ്റൊരഭിപ്രായം എന്താണ്? മറ്റൊരഭിപ്രായം അവർ പറയുന്നത്, ദിമഷ്ക് എന്ന ഡമസ്കസ് എന്ന വലിയ ആ പട്ടണത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ പട്ടണത്തിന്റെ പഴയ ഒരു മതിൽ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നുണ്ട്. ആ മതിലിൽ ഒരു കവാടവുമുണ്ട് കിഴക്ക് ഭാഗത്ത്. ആ കവാടത്തിന്റെ അടുക്കലാണ് ഈസ ഇബ്നു മറിയം ഇറങ്ങി വരുന്നതെന്ന് പണ്ഡിതന്മാര് ഉന്നയിച്ച മറ്റൊരഭിപ്രായമാണ്. എന്നിട്ട് അവർ പറയുന്നു, പണ്ട് കാലത്ത് തന്നെ നിലനിൽക്കുന്ന ആ മിനാരം ഇതുവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നിലനിൽക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അതാകാം. മാത്രമല്ല, ആ മതിലിലുള്ള മിനാരമില്ലേ, ആ മിനാരം ആളുകൾ സാധാരണ പറയാറുണ്ട് അത്രേ, ഈ മിനാരത്തിന്റെ അടുക്കലാണ് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതെന്ന് പറയപ്പെടാറുമുണ്ട്. ഈ അഭിപ്രായത്തിനാണ് ആദ്യത്തെ അഭിപ്രായത്തെക്കാൾ ഒന്നുകൂടെ പ്രസിദ്ധിയുള്ളതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഏതാണെങ്കിലും ഈ രണ്ട് മിനാരങ്ങൾ, വെള്ള മിനാരങ്ങൾ, ആ 2 മിനാരങ്ങളിൽ ഏതെങ്കിലും ഒരു മിനാരത്തിന്റെ അടുക്കൽ മഹാനായ ഈസ ഇബ്നു മറിയം ഇറങ്ങി വരുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഏതാണ് ആ മിനാരമെന്ന്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. പണ്ഡിതന്മാരിങ്ങനെ ചർച്ച ചെയ്ത ചർച്ച ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നാളെ ആരും പറയേണ്ടതില്ല ഇന്ന മിനാരമാണെന്ന് ഉറപ്പിച്ചു പറയാൻ തെളിവെവിടെയെന്ന് ആരും ചോദിക്കേണ്ടതുമില്ല. ചരിത്രപരമായ ഒരു ചർച്ച നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നു എന്ന് മാത്രം. ഏതാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഡമസ്കസ് എന്ന പട്ടണത്തിന്റെ ശിർക്ക് ഭാഗത്തുള്ള ഒരു വെള്ള മിനാരം, ഏതാണ് ആ മിനാരം? അല്ലാഹു അഅലം. ആ മിനാരത്തിന്റെ അടുക്കൽ വാനലോകത്ത് നിന്ന് മഹാനായ ഈസ ഇബ്നു മറിയം ഇറങ്ങി വരിക തന്നെ ചെയ്യുമെന്നത് മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യമാണ്. അതിൽ 2 അഭിപ്രായമില്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വളരെ വ്യക്തമായ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം വിശദീകരിച്ചപ്പോൾ കള്ളപ്രവാചകന്മാർ കുടുങ്ങിപ്പോയി.
അവരാകെ കുടുങ്ങിപ്പോയപ്പോൾ അവർക്ക് പിന്നെ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കണ്ടേ? എങ്ങനെയെങ്കിലും മീർസയെ മസീഹായ ഈസബിന് മറിയമാക്കി അവതരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് അവർ ചെയ്തതെന്തെന്നറിയുമോ? ഞങ്ങളുടെ പ്രവാചകൻ ഡമസ്കസിൽ ചവിട്ടുക പോലും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഖാദിയാനികൾ അതാ പുതിയ വ്യാഖ്യാനവുമായി വരികയാണ്. അവർ പറയുന്നു, ഹസ്രത്ത് അഹ്മദിന്റെ ജന്മദേശമായ പഞ്ചാബിലെ ഖാദിയാൻ കൃത്യമായും ദിമഷ്കിന്റെ കിഴക്ക് ഭാഗത്താണ് എന്നുള്ള സംഗതി മനസ്സിലാക്കണം. പറയുന്നു, അവര് പറയാണ്, കണ്ടോ, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്താണ് പഞ്ചാബിലെ ഖാദിയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഖാദിയാനിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഡമസ്കസിന്റെ കിഴക്കെന്ന് പറയണോ? മക്കയുടെ കിഴക്കെന്ന് പറഞ്ഞുകൂടെ? അതല്ലെങ്കിൽ മദീനയുടെ ഇന്ന ഭാഗത്തെന്ന് പറഞ്ഞുകൂടെ? നോക്കൂ, നിങ്ങൾ വിഡ്ഢികളല്ലേ, ഇങ്ങനെ മനസ്സിലാക്കൂ. എന്നിട്ട് അവർ പറയുകയാണ്, ഇനിയുള്ളത് വെള്ളമിനാരം എന്ന പദപ്രയോഗമാണ്. ഇനി വെള്ളമിനാരെന്ന് പറഞ്ഞാലോ, അതൊന്നും യഥാർത്ഥൊരു വെള്ളമിനാരമല്ല. അതിൻ്റെ സാരം ഗതാഗത സൗകര്യം, സമ്പർക്കാധിക്യം എന്നിവയാൽ, അതായത് റെയിൽ, തീക്കപ്പൽ, തപാൽ, കമ്പി, അച്ചടി യന്ത്രം മുതലായതിൻ്റെ കാരണത്താൽ മതപ്രചാരവേല അത്യധികം എളുപ്പമായി തീരുന്ന കാലത്തായിരിക്കും മസീഹ് വരിക എന്നതാകുന്നു. ഓരോ കക്ഷികളുടെയും വ്യാഖ്യാനം നോക്കൂ, നിങ്ങൾ എന്നാലോചിച്ചു നോക്കൂ. ഈസബിന് മറിയമിനെ തിരിച്ചറിയാൻ പറഞ്ഞ അടയാളം, ആ വെള്ളമിനാരത്തിന് ഇവരുടെ ദുർവ്യാഖ്യാനം നോക്കൂ. ഏതെങ്കിലും നിലക്ക് യോജിക്കുമോ? ഗതാഗത സൗകര്യം പഞ്ചാബിലെ ഖാദിയാനിൽ മാത്രമാണോ ഉള്ളത്? കമ്പിയും തപാലും തീക്കപ്പലും ഒക്കെ ഖാദിയാനിൽ മാത്രമാണോ ഉള്ളത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലില്ലേ? ഇതെന്തൊരു വ്യാഖ്യാനമാണ്! പിഴച്ചുപോയ കക്ഷികളുടെ വ്യാഖ്യാനം നോക്കൂ. അപ്പോ ഈസാ അലൈഹിസ്സലാം വെള്ളമിനാരത്തിന്റെ അടുക്കൽ ഇറങ്ങും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ബൈന മഹ്റൂദത്തൈൻ, രണ്ട് മഞ്ഞ പുതപ്പുകൾ ധരിച്ചുകൊണ്ട്, രണ്ട് മഞ്ഞച്ചായം പിടിപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. തിരിച്ചറിയാൻ വേണ്ടി പറയാൻ, ആശയക്കുഴപ്പമുണ്ടാതിരിക്കാൻ പറയാൻ. രണ്ട് മഞ്ഞച്ചായം ധരിച്ച വസ്ത്രങ്ങൾ ധരിച്ച് ഇത് പറഞ്ഞപ്പോ ഇനി രസകരമായൊരു സംഗതി കേട്ടോ. ഖാദിയാനികൾ പറയുന്നു, രണ്ട് മഞ്ഞച്ചായം പുതച്ച വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതും യഥാർത്ഥമല്ല, ആലങ്കാരികമാണ്, മജാസിയാണ് പോലും, ഹഖീഖല്ല, ഹഖീഖിയല്ല. ഇവര് പറഞ്ഞാൽ ഒന്നും റസൂല് യഥാർത്ഥ പ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എടാ, ഒരു വ്യാഖ്യാനം കേട്ടോ. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിഷയങ്ങളിലൊക്കെ ആശയക്കുഴപ്പമുള്ള കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾക്ക് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. എന്നാൽ ഇതിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അവർക്കെങ്കിലും ഈ ഓഡിയോ ഒരു ഉപകാരമാകട്ടെ എന്ന നിലക്കാണ് ഇത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, രണ്ട് മഞ്ഞപ്പുതപ്പിന് നൽകിയ വ്യാഖ്യാനം കേട്ടോ. രണ്ട് മഞ്ഞപ്പുതപ്പെന്ന് പറഞ്ഞാൽ രണ്ട് രോഗങ്ങൾ എന്നിൽ നിലനിന്നു വരുന്നു. കള്ളപ്രവാചകൻ പറയുകയാണ്, ഒന്ന് ശരീരത്തിൻ്റെ മേൽഭാഗത്തും മറ്റേത് കീഴ്ഭാഗത്തും. എൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തൊരു രോഗമുണ്ട്, താഴ്ഭാഗത്തൊരു രോഗമുണ്ട്. മേൽഭാഗത്തേത് തലചുറ്റലാണ്, കീഴ്ഭാഗത്തേത് മൂത്രാധിക്യമാണ്. ഞാൻ അല്ലാഹുവിനാൽ അയക്കപ്പെട്ടവനാണെന്ന വാദം എന്ന് തുടങ്ങിയോ, അന്ന് മുതൽ ഈ രണ്ട് രോഗങ്ങളും തുടർച്ചയായി നിലനിന്നു വരുന്നു. അതിൻ്റെ ശമനത്തിനായി പ്രാർത്ഥിക്കുകയുണ്ടായി. പക്ഷേ നിഷേധത്തിലാണ് മറുപടി കിട്ടിയത്. ഖാദിയാനികളുടെ സന്മാർഗദർശിനി എന്ന പുസ്തകത്തിൻ്റെ പേജ് 115 നമുക്കിത് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്രവാചകനെ തിരിച്ചറിയാൻ കൊടുത്ത അടയാളാ. എന്തിനാ അടയാളം? തിരിച്ചറിയാനോ തിരിച്ചറിയാതിരിക്കാനോ? മൂത്രവാർച്ച പരിശോധിച്ച ഒരാൾ പ്രവാചകനാണോ അല്ലേന്ന് തിരിച്ചറിയോ? ഈ മൂത്രവാർച്ച ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രോഗമാണോ? അതല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അടയാളമാണോ? അല്ലേ? ഇതാ എല്ലാവരും നോക്കിക്കോളും, തുണി പൊക്കിയിട്ട് എനിക്ക് മൂത്രവാർച്ച ഉണ്ട്, ഞാൻ പ്രവാചകനാണ്. എങ്ങനെയുണ്ട്? അതേപോലെ ഒരാളുടെ തലവേദന പരിഗണിച്ചുകൊണ്ട് അയാൾ പ്രവാചകനാണോ അല്ലയോ എന്ന് അനുമാനിക്കാനാകുമോ? അബദ്ധജടിലമായ വിശ്വാസങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ വഴിതെറ്റിക്കുകയാണ് ഇന്ന് പലപ്പോഴും. ആ നിലക്കുള്ള മതപ്രചാരവേലയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
അതുപോലെ നാലാമതായി ഈസാ അലൈഹിസ്സലാമിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വാലിഅൻ കഫൈഹി അലാ അജ്നിഹതി മലക്കൈൻ, രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട്, ചുമലിൽ ഊന്നിക്കൊണ്ട് മഹാനായ ഈസാ അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരികയായി. രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട്. നോക്കൂ നിങ്ങൾ. മാത്രവുമല്ല, ഇദാ റഅസഹു ഖതറ വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഉലുഇ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന നേരം അദ്ദേഹത്തിന്റെ ശിരസ് താഴ്ത്തിക്കഴിഞ്ഞാൽ, തല താഴ്ത്തിക്കഴിഞ്ഞാൽ ജലഗണങ്ങൾ ഉറ്റി വീഴുന്നത് പോലെ തോന്നും. മാത്രമല്ല, വഇദാ റഫഅഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഉലുഇ, അവിടുത്തെ ശിരസ് ഉയർത്തുകയാണെങ്കിൽ മുത്തുമണികൾ ഉയർന്നു വീഴുന്നത് പോലെ തോന്നും. മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ തോന്നും. മാത്രമല്ല, ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫസിഹി ഇല്ലാ മാത്. ആ സമയത്ത് ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവായു ഏൽക്കുന്ന ഏതൊരു കാഫിറാകട്ടെ മരിച്ചു വീഴുന്നതാണ്. ഈസാ അലൈഹിസ്സലാമിന്റെ ഉച്ഛ്വാസവായു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഗന്ധം, അതല്ലെങ്കിൽ അദ്ദേഹം ശ്വസിക്കുന്ന വായു, അത് തട്ടിക്കഴിഞ്ഞാൽ ഏത് കാഫിറാണെങ്കിലും മരിച്ചു വീഴുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ഈസാ അലൈഹിസ്സലാമിന്റെ ഇറങ്ങൽ നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഹദീസുകളെല്ലാം കൂട്ടി വായിച്ചു നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാകും. ഇപ്പൊ പറഞ്ഞ ഹദീസുകളൊക്കെ ഒന്ന് ജംഅ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും. ഇറങ്ങുന്ന ഏരിയ ഡമസ്കസിന്റെ കിഴക്ക്. ശരിക്കും മനസ്സിലായിക്കോ. ഇറങ്ങുന്ന ഏരിയ ഡമസ്കസിന്റെ കിഴക്ക്. സ്പോട്ട് വെള്ള മിനാരത്തിന്റെ അടുത്ത്. വേഷം മഞ്ഞപ്പുതപ്പ് ധരിച്ചുകൊണ്ട്. അവസ്ഥ രണ്ട് മലക്കുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട്. മറ്റു ലക്ഷണങ്ങൾ, ശിരസ് താഴ്ത്തുമ്പോൾ ജലഗണങ്ങൾ ഉറ്റി വീഴുന്നത് പോലെ, ശിരസ് ഉയർത്തുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ. എത്ര വ്യക്താണ്. ഇതൊക്കെയാണ് നിഷേധിക്കുന്നത്. എന്നിട്ട് ചില കക്ഷികൾ പറയാണ്, ഇതൊക്കെ അവസാന കാലത്ത് നന്മയുടെ പ്രചാരണം നടക്കുമ്പോൾ അതിനെ ഈസയുമായി താരതമ്യം ചെയ്തതാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒറിജിനൽ ഇവിടെ വരൂല എന്ന് വ്യാഖ്യാനിച്ച കക്ഷികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും വ്യക്തവും സ്പഷ്ടവുമായ നിലക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് അതിനെ നിഷേധിക്കുന്ന കക്ഷികളോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ബന്ധമില്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, ആറാമത്തെ ലക്ഷണം ഏതാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഫയതുലുബുഹു ഹത്താ യുദ്രികഹു ബിബാബിലുദ്ദിൻ ഫയഖ്തുലഹു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് ശേഷം, സുബ്ഹ് നമസ്കാരത്തിന് ശേഷം, ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നില്ല. ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ അന്വേഷിക്കുകയായി. ദജ്ജാലിനെ വധിക്കാനാണല്ലോ ഈസാ നബി വരുന്നത്. ദജ്ജാലിനെ അന്വേഷിക്കുന്നു. അങ്ങനെ ഹത്താ യുദ്രികഹു ബിബാബിലുദ്, ബാബുല്ലുദ്ദിൽ വെച്ച് ദജ്ജാലിനെ പിടികൂടുന്നു. ഫയഖ്തുലഹു, ബാബുല്ലുദ്ദിൽ വെച്ച് ദജ്ജാലിനെ വധിക്കുകയും ചെയ്തു. ബാബുല്ലുദ്ദിൽ വെച്ചാണ് ദജ്ജാലിനെ വധിക്കുന്നത്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബാബ് എന്ന് പറഞ്ഞാൽ കവാടം, ലുദ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണത്. എന്താണ് ലുദ് എന്ന് പറഞ്ഞാൽ? ലുദ് എന്നതുകൊണ്ട് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വഹുവ ബൽദത്തുൻ ഖരീബത്തുൻ മിൻ ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്തിനാണ് ലുദ് എന്ന് പറയുന്നത്. ആ ലുദ്ദിൽ വെച്ചാണ് ഈസാ അലൈഹിസ്സലാം ദജ്ജാലിനെ വധിച്ചു കളയുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വേറെയും പരാമർശമുണ്ട്, അല്ലേ? فإذا نظر إليه الدجال ذاب كما يذوب الملح في الماء. ഹദീസിൽ വന്നതാണ്, فإذا نظر إليه الدجال, ദജ്ജാൽ ഈസാ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ തന്നെ ذاب كما يذوب الملح في الماء, വെള്ളത്തിൽ ഉപ്പ് ഉരുകിത്തീരുന്നത് പോലെ അവൻ ഉരുകിത്തീരുകയാണ്.
ഫലൗ തറകഹു ലൻദാബ ഹത്താ യഹ്ലിക വലാകിൻ യഖ്തുലുഹു അല്ലാഹു ബിയദിഹി ഫയുരീഹിം ദമഹു ഫീ ഹർബതിഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിന്റെ കരങ്ങളിലൂടെ ദജ്ജാലിനെ വധിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. കൊന്നിട്ടില്ലെങ്കിൽ തന്നെ ഈസാ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ തന്നെ ഉരുകുക, പക്ഷേ കൊല്ലാൻ അള്ളാഹു അവസരം കൊടുക്കുന്നു. അങ്ങനെ ഫയുരീഹിം ദമഹു ഫീ ഹർബതിഹി, ഈസാ അലൈഹിസ്സലാമിന്റെ കുന്തത്തിൽ അവന്റെ രക്തം പുരളുന്നു, അതവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഹദീസിൽ കാണാം. അങ്ങനെ ദജ്ജാൽ ഇവിടെ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് എന്നും മുസ്ലിമിനെ പീഡിപ്പിക്കുകയും മുസ്ലിമിനെ പാരവെക്കുകയും ഇസ്ലാമിനെ തകർക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഇവിടെ വികൃതമാക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജൂത സമൂഹമില്ലേ, അവർ ലോകത്തിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും ജൂതൻ ചെയ്തു വെക്കുന്ന വേല വളരെ അപാരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇസ്ലാമിനെ തകർക്കാൻ ഒരുങ്ങിയ ജൂതൻ, മുത്തുനേതാവിനെ കൊല്ലാൻ ഒരുങ്ങിയ ജൂതൻ, റസൂലുള്ളാഹിക്ക് സിഹ്ർ ചെയ്യാൻ ഒരുങ്ങിയ ജൂതൻ, അവന്റെ ആ നീച പ്രവർത്തനം വന്ന് തുടങ്ങി വെച്ചിട്ട് ലോകത്തതിന് ഇന്നേ വരെയും അവസാനം കുറിച്ചിട്ടില്ല. ഇന്നും ലോകത്ത് പാവപ്പെട്ട മുസ്ലിമിന്റെ രക്തദാഹിയാണല്ലോ ജൂതൻ. ആ ജൂത സമൂഹത്തിന്റെ പരാജയം ഏറ്റുവാങ്ങുന്നത് ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ദജ്ജാലിനെ വധിച്ചു കളഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയഹ്സിമുല്ലാഹുൽ യഹൂദ, യഹൂദികളെ അല്ലാഹു പരാജയപ്പെടുത്തുന്നതാണ്. അപ്പോഴേ ജൂതന്മാർക്ക് പരാജയമുള്ളൂ അല്ലേ? ഇന്ന് ജൂതന്റെ ഈ വൃത്തികെട്ട പ്രവർത്തനം കണ്ട് നമ്മൾ മനസ്സ് വേദനിക്കുന്നു. എന്നാണ് മുസ്ലിമിനൊരു വിജയമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, ആത്യന്തികമായ വിജയം ഈസാ അലൈഹിസ്സലാം ഇങ്ങ് വന്നാലേ ലഭ്യമാകൂ. വയുസല്ലിതു അലൈഹിമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരുടെ മേൽ ആധിപത്യം ചെലുത്തുകയായി. ഈസാ അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുസ്ലിമീങ്ങൾ ആധിപത്യം ചെലുത്തുമ്പോ ജൂതനെ ഏറ്റുവാങ്ങുന്ന നീചത്വം മുത്തുനേതാവ് പറഞ്ഞു തരികയാണ്. ഹത്താ ഫലാ യബ്ഖാ ശൈഉം മിമ്മാ ഖലഖല്ലാഹു യതവാറാ ബിഹി യഹൂദിയുൻ ഇല്ലാ അൻതഖല്ലാഹു ദാലിക്. ജൂതൻ ഇവിടെ നീചത്വം, അവനിവിടെ അപമാനം ഏറ്റുവാങ്ങുമ്പോ, മുസ്ലിം അവന്റെ മേൽ ആധിപത്യം ചെലുത്തുമ്പോ മുസ്ലിമീങ്ങളെ കാണുമ്പോ ഓടി മറയുകയായി ജൂതൻ. അവൻ ഓടി ഒളിക്കുകയാണ്. എവിടെ? യതവാറാ ബിഹി യഹൂദിയുൻ ഇല്ലാ അൻതഖല്ലാഹു ദാലിക്. അള്ളാഹു അവൻ ഒളിഞ്ഞിരിക്കുന്ന സർവ്വ വസ്തുക്കളെയും അള്ളാഹു സംസാരിപ്പിക്കുകയാണ്. ലാ ഹജറ വലാ ഷജറ വലാ ഹായിത വലാ ദാബത ഇല്ലൽ ഗർഖദ ഫഇന്നഹാ മിൻ ശജരിഹിം ലാ തൻതിഖു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പാറയാകട്ടെ, ഒരു വൃക്ഷമാകട്ടെ, ഒരു മതിലാകട്ടെ, ഒരു മൃഗമാകട്ടെ, അതിൻ്റെ പിന്നിൽ അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ജൂതൻ ഒളിച്ചിരിക്കുമ്പോ ആ വസ്തുക്കളെ മുഴുവനും അല്ലാഹു സംസാരിപ്പിക്കുകയാണ്. എല്ലാം പറയുകയാണ്, എല്ലാം വിളിച്ചു പറയുകയാണ്. യാ അബ്ദല്ലാ, ഓ അബ്ദുല്ലാ, അള്ളാഹുവിന്റെ ദാസനെ, യാ അബ്ദല്ലാഹിൽ മുസ്ലിം, മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ ഫതആൽ ഉഖ്തുൽഹു, ഇതാ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, അവനെ കൊല്ലൂ എന്ന് ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ അവൻ ഒളിഞ്ഞിരിക്കുന്ന സർവ്വ വസ്തുക്കളും സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലൽ ഗർഖദ, ഗർഖദ് സംസാരിക്കുന്നതല്ല, ഗർഖദ് സംസാരിക്കൂല. അതെന്താണ്? ഫഇന്നഹാ മിൻ ശജരിഹിം, അത് അവർ നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ അവരുടെ ചെടിയാണ് ഗർഖദ് ചെടി. ഇന്ന് ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഗർഖദ് വൃക്ഷം. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഷജറത്തുൽ യഹൂദ് എന്നടിച്ചാൽ ഫോട്ടോ വരും, ഡിസ്പ്ലേ കാണും. ജൂതന്മാർക്കറിയാം, നമ്മൾ പഠിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹദീത്ത് പഠിച്ച ആളുകളാ ജൂതന്മാർ. അതുകൊണ്ട് അവർക്കറിയാം അവസാന കാലത്ത് ഞങ്ങൾക്ക് അപമാനം ഏറ്റുവാങ്ങേണ്ടി വരും. അന്ന് ഞങ്ങൾക്ക് ഏക രക്ഷ ഈ ചെടി മാത്രമാണെന്ന് ഈ നികൃഷ്ട വർഗത്തിനറിയാം. അതുകൊണ്ട് അവരേറ്റവും കൂടുതൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗർഖദ് എന്നാണ് അതിന് പറയാ, ഷജറത്തുൽ യഹൂദ് എന്നാണ് അതിന് പറയാ. ആ ചെടി ഒഴികെ ഭൂമിയിലുള്ളത് മുഴുവനും സംസാരിക്കുകയായി.
ഭൂമിയിലുള്ളത് മുഴുവനും ജൂതനെതിരെ സംസാരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് ജൂതന്റെ നാശം കഴിഞ്ഞാൽ അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പിന്നീട് ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു ലക്ഷണം, അദ്ദേഹത്തിന്റെ ഒരു അടയാളം, വല്ലദീ നഫ്സി ബിയദിഹി, ശരിക്ക് ശ്രദ്ധിച്ചോളണം, വല്ലദീ നഫ്സി ബിയദിഹി ലയുഹില്ലന്ന ഇബ്നു മറിയമ ബിഫജ്ജിർ റൗഹാഹ ഹാജൻ ഔ മുഅ്തമിറാ. എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം. ലയുഹില്ലന്ന ഇബ്നു മറിയം, ഇബ്നു മറിയം ഇഹ്റാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, പ്രഖ്യാപിക്കും. എന്തിനാ പ്രഖ്യാപിക്കുക? ബിഫജ്ജിർ റൗഹാഇ, ഫജ്ജുർ റൗഹാഹിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കും. ഹാജൻ ഔ മുഅ്തമിറാ, ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടിയോ ഉംറ ചെയ്യുന്നതിന് വേണ്ടിയോ ഇഹ്റാമിൽ പ്രവേശിക്കും ഈസാ ഇബ്നു മറിയം. എവിടെ വെച്ച്? ഫജ്ജുർ റൗഹാഹിൽ വെച്ച്. എത്ര കൃത്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം. ഏതാണ് ഈ ഫജ്ജുർ റൗഹാഹ്? ബദറിനോട് അടുത്ത സ്ഥലമാണ്. മദീനയിൽ ബദറിനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബദർ വഴി പോകുമ്പോൾ ആ സ്ഥലത്തു കൂടെയാണ് പോവുക. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബദർ വഴി പോകുമ്പോൾ കാണുന്നൊരു സ്ഥലമാണ് ഫജ്ജുർ റൗഹാഹ്. ഇന്നിപ്പോൾ അതിൽ കൂടെ അല്ല പോകുന്നത്, പഴയ വഴിയാണത്. ആ വഴിയുടെ അടുത്തുള്ള ബൈനൽ മക്ക വൽ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള ആ സ്ഥലം അവിടെ വെച്ച് ഈസാ അലൈഹിസ്സലാം ഇഹ്റാമിൽ പ്രവേശിക്കുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നു. മക്ക വിജയത്തിന് വേണ്ടി പ്രവാചകൻ സഞ്ചരിച്ച വഴിയാണത്. ഹജ്ജത്തുൽ വദാഇന്റെ വർഷം ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോയ വഴിയാണത്. ആ വഴിയിൽ മഹാനായ ഈസാ അലൈഹിസ്സലാം അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുകയായി. എന്നിട്ട് പറയുന്നു, സുമ്മ യഅതി ഈസാ ഇബ്നു മറിയമ ഖൗമുൻ ഖദ് അസമഹുമുല്ലാഹു മിൻഹു ഫയംസഹു അൻ വുജൂഹിഹിം വയുഹദ്ദിസുഹും ബിദറജാതിഹിം ഫിൽ ജന്ന. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ യഅതി, പിന്നെ വരുന്നു ഈസാ ഇബ്നു മറിയം. ഈസാ ഇബ്നു മറിയമിന്റെ അടുക്കൽ വരുന്നു ഖൗമുൻ, ഒരു ജനത, ഖദ് അസമഹുമുല്ലാഹു മിൻഹു, ദജ്ജാലിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ച ആളുകളാണവർ. അങ്ങനെ ഫയംസഹു അൻ വുജൂഹിഹിം, ഈസാ അലൈഹിസ്സലാം അവരുടെ മുഖങ്ങൾ തടവുകയായി. വയുഹദ്ദിസുഹും, അവരോട് സംസാരിക്കുന്നു. ബിദറജാതിഹിം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന ഉന്നതമായ പദവികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവരോട് സംസാരിക്കുന്നു. ഫബൈനമാ ഹുവ കദാലിക് ഇദ് ഔഹല്ലാഹു ഇലാ ഈസാ ഇന്നി ഖദ് അഖ്റജതു ഇബാദൻ ലീ ലാ യദാനി ലി അഹദിൻ ബിഖിതാലിഹിം ഫഹർരിസ് ഇബാദി ഇലത്തൂർ വയബഅസുല്ലാഹു യഅജൂജ വമഅജൂജ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഹദീസിൽ വളരെ കൃത്യമായി പരാമർശം കാണാം. ദജ്ജാലിൽ നിന്ന് സംരക്ഷണം കിട്ടിയ ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ഔഹല്ലാഹു ഇലാ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിന് അല്ലാഹു വഹ്യ് കൊടുക്കുകയാണ്. ഇന്നി ഖദ് അഖ്റജതു ഇബാദൻ ലീ, എൻ്റെ ഒരു പ്രത്യേക തരം ദാസന്മാരെ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈസാ. ഏതാണ് ആ ദാസന്മാര്? ഏതാണ് ആ മനുഷ്യര്? ലാ യദാനി ലി അഹദിൻ ബിഖിതാലിഹിം, ആർക്കും അവരോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. അത്രയും വലിയ ശക്തിയുള്ളവരാണവർ, അത്രയും വലിയ പവറുള്ളവരാണവർ. അതുകൊണ്ട് മൂസാ ഈസാ ഫഹർരിസ് ഇബാദി ഇലത്തൂർ, എൻ്റെ അടിമകളുമായി നീ തൂർ പർവ്വതത്തിലേക്ക് ചേരണം, തൂർ പർവ്വതത്തിലേക്ക് പോകണം. വയബഅസുല്ലാഹു യഅജൂജ വമഅജൂജ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ജനവിഭാഗമായ യഅജൂജ് മഅജൂജിനെ കൊണ്ടുവരികയായി. അന്ത്യനാളിൻ്റെ മറ്റൊരു അടയാളാണത് യഅജൂജ് മഅജൂജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോഗ് മെഗോഗ്. ചരിത്രത്തിൽ അവരെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. ആരാണ് അവരെന്ന് വളരെ കൃത്യമായി നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട പരാമർശം വിശുദ്ധ ഖുർആനിലുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഇതാണ് ഈസാ അലൈഹിസ്സലാമിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, വരുന്ന അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ പരാമർശിച്ച വിഷയമാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടുണ്ടോ ഇല്ലേ ഇന്ന് മുസ്ലിം ലോകത്ത് ചിലരുണ്ടാക്കിയ ഏറ്റവും വലിയ ആശയക്കുഴപ്പമാണ്. ചില ആളുകൾ ചോദിക്കും, അല്ല ഈസാ നബി ഇപ്പോൾ മരിച്ചോ ഇല്ലേ? ആളുകൾ ചില ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിൻ്റെ മരണവുമായി ചില ആളുകൾ ഉന്നയിക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകളിൽ ഈസാ അലൈഹിസ്സലാം മരിച്ചിട്ടുണ്ട് എന്നാണോ പറയുന്നത് എന്നാണ് അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അന്ത്യനാളിൻ്റെ മറ്റൊരു അടയാളമായ യഅ്ജൂജ് മഅ്ജൂജ് എന്താണ്, അവരുമായി ബന്ധപ്പെട്ട സംഗതികൾ എന്ത്, ഖുർആൻ അവരെ സംബന്ധിച്ച് എന്തു പറയുന്നു, ഹദീസുകൾ എന്തു പറയുന്നു, അങ്ങനെ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്താണെന്നറിയില്ല, ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ കഴിയുമോ എന്നറിയില്ല, എങ്കിലും നമുക്ക് സംസാരിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹദീസുകളെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച് തങ്ങൾക്കിഷ്ടമുള്ള ആശയങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി പല കക്ഷികളും രംഗത്ത് വന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മഹാന്മാരായ പണ്ഡിതന്മാർ എങ്ങനെ മനസ്സിലാക്കി, മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് പഠിച്ച് മനസ്സിലാക്കി ആ നിലക്ക് ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഉപകാരപ്രദമാകുന്ന നിലക്കാണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് യഥാവിധി അവതരിപ്പിക്കുവാനും ഇത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ചു ചേരൽ സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, സാധാരണ നമ്മുടെ ക്ലാസ് 1 മണിക്കൂറൊക്കെയാണ് പ്രഭാഷണം നടത്താറുള്ളത്. ഈ ഓഡിയോ ഒക്കെ വാട്സപ്പ് വഴിയൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് പലരും ഇങ്ങനെയുള്ള ഓഡിയോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മളോട് അഭിപ്രായം പറയാറുണ്ട്. 1 മണിക്കൂർ ലൈവ് ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് പ്രശ്നമല്ല, പക്ഷേ പലപ്പോഴും 1 മണിക്കൂറൊക്കെ വാട്സപ്പിലൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അത് ലോഡ് ചെയ്ത് 1 മണിക്കൂറൊക്കെ കേൾക്കാൻ പലർക്കും സമയമില്ലാത്തത് കൊണ്ട് പരമാവധി നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ സമയം ഇത് വീണ്ടും കൂടുതൽ ആളുകൾ കേൾക്കണമെന്ന സതുദ്ദേശത്തോടു കൂടെ 5-10 മിനിറ്റൊക്കെ നമുക്ക് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.